നമ്മളെല്ലാവരും ഗോൾഡൻ വിസ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ലഭിക്കുമെന്ന കാര്യത്തിൽ പലർക്കും ഒരു ധാരണക്കുറവുണ്ട്. ഇപ്പോഴത്തെ ബഹ്റൈനിൽ ഈ ഗോൾഡൻ വിസ നടപടികൾ എളുപ്പമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. സാധാരണഗതിയിൽ ഈ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അതിനൊരു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ പരിധി ഉണ്ടാകാറുണ്ട്. ആ നിക്ഷേപ പരിധി ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് ബഹ്റൈൻ. അതിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുക അല്ലെങ്കിൽ അതിനെ ശക്തി പകരുക എന്നുള്ളതാണ് അധികൃതർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ വിദേശ നിക്ഷേപകരെ കൂടുതൽ ഈ ഗോൾഡൻ വിസ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കുക അല്ലെങ്കിൽ അവരെ ഇതിനാകർഷിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനമായ ഒരു ലക്ഷ്യമായി കാണുന്നത്. ഇതിലെ ഈ നിക്ഷേപ പരിധി കുറച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ 2 ലക്ഷം ബഹ്റൈൻ ദിനാറാണ് ഉണ്ടായിരുന്നത് ഈ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക്. ഇപ്പോൾ അത് 1.30 ലക്ഷം 1,30,000 ദിനാറായി കുറച്ചിരിക്കുകയാണ്. ഏതാണ്ട് 70,000 ദിനാറിന്റെ കുറവാണ്, ബഹ്റൈൻ ദിനാറിന്റെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. പലർക്കും ഒരു ആശ്വാസകരമായ കാര്യമായിരിക്കും ഇത്തരത്തിൽ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് നോക്കാം. ഒന്നാമതായി പറഞ്ഞതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്കാണ് ഇതിന് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത്. അതിനോടൊപ്പം തന്നെ 5 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. അവർക്ക് ഏകദേശം 2,000 ദിനാറിലധികം പ്രതിമാസ ശമ്പളമുള്ളവരായിരിക്കണം. അവർക്കും ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്ന. ഒപ്പം തന്നെ കുറഞ്ഞത് 15 വർഷം ജോലി ചെയ്യുകയും പ്രതിമാസം 2,000 ദിനാറോ അതിൽ കൂടുതലോ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ രാജ്യത്തിന് പുറത്തുള്ളവരാണെങ്കിൽ പ്രതിമാസ പെൻഷൻ 4,000 ബഹ്റൈൻ ദിനാറോ അതിൽ കൂടുതലോ ഉള്ളവർക്കും ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അതുപോലെ തന്നെ സംരംഭകർ, ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ, സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ ശേഷിയുള്ളവർ, ഇവരൊക്കെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഗോൾഡൻ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നത്. അപ്പം അവർക്കൊക്കെയും അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഇനി ഈ ഗോൾഡൻ വിസയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന് അപേക്ഷിച്ച് ഗോൾഡൻ വിസ ലഭിക്കുന്നവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ സ്ഥിര താമസത്തിനുള്ള ഒരു അനുമതി ഈ ഗോൾഡൻ വിസ ഉള്ളവർക്ക് ഉണ്ടാകും. ഒപ്പം തന്നെ നിബന്ധനകൾ പാലിച്ച് ഗോൾഡൻ വിസയുടെ നിബന്ധനകളെല്ലാം പാലിക്കുകയാണെങ്കിൽ ഓരോ 10 വർഷത്തിലും ഇത് പുതുക്കി നൽകും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ ഗോൾഡൻ വിസക്കാർക്ക് പങ്കാളികൾ ഉണ്ടാകും, മക്കളുണ്ടാകും, മാതാപിതാക്കളൊക്കെ ഇവരെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ സ്പോൺസർ ചെയ്ത് അവരോടൊപ്പം ബഹ്റൈനിലേക്ക് എത്തിക്കാൻ കൂടി സാധിക്കും. അപ്പോൾ തന്നെ 100% ബിസിനസ്സിൽ ഉടമസ്ഥാവകാശം ഉണ്ടാവും. ഒപ്പം മൾട്ടിപ്പിൾ എൻട്രി രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പരിധിയില്ലാതെ പോയി വരാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗോൾഡൻ വിസ ഉള്ളവർക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ സന്ദർശിക്കാവുന്ന വെബ്സൈറ്റാണിത്. goldenresidency.government.bahrain എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത നിങ്ങൾക്കിതിൽ വരും.